ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകൻ ശ്രീഞ്ചൽസ് നായർ ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. നമസ്കാരം സാർ. നമസ്കാരം. ഒരു ഭീതി പടർത്തിയ ഒരു 1.5 മണിക്കൂറാണ് ഇപ്പോൾ കടന്നുപോയത് എന്ന് തന്നെ പറയാം. കാരണം ജനവാസ മേഖലയിലാണ് ആന ഇടഞ്ഞ് എത്തിയത്. എന്തായാലും ശ്രമത്തിനൊടുവിൽ ഇപ്പോൾ ഫലം കണ്ടു. ആനയെ തളയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ആനകൾ ജനവാസ മേഖലയിൽ അടക്കം അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾക്കൊക്കെ ആനകളെ എത്തിക്കുന്നത് അത് ഇപ്പോഴും തുടരുകയാണ്. അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഇപ്പോഴും മുന്നിൽ നിൽക്കുകയാണ്. ഈ ആന എന്ന് പറയുന്ന ജീവിയെ ഉപദ്രവിച്ചും അതിൽ ആനന്ദം കണ്ടും മനുഷ്യൻ സന്തോഷിക്കുന്ന ഒരു ചടങ്ങാണ് ഈ ആനകളെ കൊണ്ടുള്ള ഈ പ്രകടനങ്ങൾ കേരളത്തിൽ. അത് പ്രത്യേകിച്ച് കേരളത്തിലാണ് ഇതുള്ളൂ. ഇത് ഹിന്ദുക്കളുടെ ആചാരമൊന്നുമല്ല. ഇത് നോർത്ത് ഇന്ത്യയിലില്ല. ഈ അമ്പലങ്ങളിലെ ഈ എഴുന്നള്ളിച്ച് നടത്തുന്നത് കേരളത്തിൽ തന്നെയാണെങ്കിൽ ഈ തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഈ ആനകളെ എഴുന്നള്ളിച്ചുള്ള പൂരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് കേവലം ഏതാനും ജനങ്ങളുടെ മാത്രം താടിശത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ആചാരങ്ങൾ. കേരളത്തിൽ മുഴുവനായിട്ടില്ല. കാസർഗോഡ് ഈ പറയുന്ന വലിയ പൂരം ഇങ്ങനെയുള്ള ആന എഴുന്നള്ളിപ്പ് കാര്യങ്ങളുടെ കണ്ണൂരില്ല. അവ വളരെ അപൂർവമായിട്ടാണ് കണ്ണൂരിൽ ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടക്കുന്നത്. എന്തിന്റെ ബേസിലാണ്, ഏത് നിയമത്തിന്റെ അടിത്തറയിലാണ് ഈ ആനകൾ, നാട്ടാന എന്ന് പറയുന്ന ഒരു ജീവി നിയമപരമായിട്ട് ഇന്ത്യൻ ഭരണഘടനാപരമായിട്ടോ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമായിട്ടോ ഈ നാട്ടാന എന്ന് പറയുന്ന ഒരു ജീവിയെ ക്ലാസിഫൈ ചെയ്തിട്ടില്ല. അതിന്റെ ഒരു കേസ് ഞാൻ ഹൈക്കോടതിയിൽ വക്കുകയും ചെയ്തു. അതായത് എല്ലാ രേഖകളും കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എല്ലാ രേഖകളും പരിശോധിച്ചു കഴിയുമ്പോൾ നാട്ടാന കാട്ടാന എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടില്ല. ഏതാണ് നാട്ടാന, ഏതാണ് കാട്ടാന? നമ്മൾ ഈ ക്യാപ്റ്റീവ് എലിഫന്റ് എന്ന് പറയുമ്പോൾ ഈ ക്യാപ്റ്റിവിറ്റിയിലുള്ള എലിഫന്റ്, അത് ഇതല്ല. ഇത് പരേഡിങ് എലിഫന്റ്. ക്യാപ്റ്റിവിറ്റിയിലുള്ള സൂവിലും റീഹാബിലിറ്റേഷൻ സെന്ററുകളിലും എലിഫന്റ് ക്യാമ്പുകളിലും ഒക്കെ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ പിടിക്കപ്പെട്ട അല്ലെങ്കിൽ അസുഖം വന്ന ജീവികളാണ് ക്യാപ്റ്റീവ് എലിഫന്റ് എന്ന് പറയുന്നത്. അതേമാതിരി ക്യാപ്റ്റീവ് ടൈഗർ, സൂവിലൊക്കെ ഉള്ളത് ക്യാപ്റ്റീവ് ടൈഗർ, ക്യാപ്റ്റീവ് ലെപ്പർഡ്. ഈ ക്യാപ്റ്റീവ് എന്ന് പറയുന്ന ക്യാപ്റ്റീവ് എലിഫന്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ മലയാളം ഒരിക്കലും നാട്ടാന എന്നുള്ള അല്ല. അത് ഇൻഡിജിനസ് എന്നുള്ള വാക്കായിരിക്കും അതിന്റെ നാട്ടാനയുടെ ഇംഗ്ലീഷായിട്ട് വരേണ്ടത്. ഇങ്ങനെ ഒരു ജീവിയെ, ഇത് പരേഡിങ് എലിഫന്റ്, ഇങ്ങനെ ഒരു ജീവിയെ എഴുന്നള്ളിക്കാൻ പാടില്ലാത്തതാണ്. അത് 1977 ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഈ നാട്ടാന എന്ന് പറയുന്ന ജീവി അതിന് നിരോധിക്കപ്പെട്ടിരിക്കുന്നതാണ്. ആനകളെ പിടിക്കുകയോ മെതിക്കുകയോ പാടില്ല. അതിനുശേഷം വന്നിരിക്കുന്നതാണ് കേരളത്തിൽ 54% ആനകളും. ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണ് ഈ ആനകളെ എഴുന്നള്ളിക്കുന്നത്? കാട്ടാനയ്ക്കും നാട്ടാനയ്ക്കും, അതായത് ക്യാപ്റ്റീവ് എലിഫന്റ്സിനും ഒരേ നിയമങ്ങളാണ്. അതിനെ തൊടാൻ പാടില്ല, അവരെ ഉപദ്രവിക്കാൻ പാടില്ല. ഇപ്പൊ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള നാട്ടാനകൾ ക്യാപ്റ്റീവ് എലിഫന്റിന്റെ 1.5 ഏക്കർ എൻക്ലോസറിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. സൂവിലാണെങ്കിലും ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലാണെങ്കിലും അതിന് കാടിന്റെ എല്ലാവിധ അറ്റ്മോസ്ഫിയറും വേണം, ആംബിയൻസ് വേണം, കുളം വേണം, മരങ്ങൾ വേണം, അതിന് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ വേണം, കുടിക്കാൻ വെള്ളം എപ്പോഴും വേണം. പക്ഷെ ഈ നാട്ടാന എന്ന് പറയുന്ന ജീവിക്ക് ഇതൊന്നും ഇല്ലാതെ രണ്ടുപേരിൽ നിന്ന് തല്ലി മെരുക്കി കൊണ്ടുവന്നിരിക്കുന്നത് ആരെ സന്തോഷിപ്പിക്കാനാണ്? ഞാൻ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു കേസ്, ഒരു ബില്ല് ക്യാപ്റ്റീവ് എലിഫന്റ് ഇല്ലീഗൽ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അത് തന്ത്രപരമായിട്ട്, അത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആ സമയത്ത് മാത്രം ആക്ടിംഗ് ജസ്റ്റിസായി കയറി വന്ന മുഹമ്മദ് മുസ്താഖ് എന്ന ഒരു ജഡ്ജി, അത് ഈ മാഫിയകളുടെ, എലിഫന്റ് മാഫിയയുടെ കോഴ വാങ്ങിക്കൊണ്ട് എന്റെ കേസ് ഒരു സ്പെഷ്യൽ ബെഞ്ചിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ആ സ്പെഷ്യൽ ബെഞ്ചിന് അദ്ദേഹം അന്നത്തെ പേര് എലിഫന്റ് ഹ്യൂമൻ വയലൻസ് കൺവിക്ഷൻ എന്ന് പറഞ്ഞ ഒരു ബെഞ്ചിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടായിരുന്നു ഇദ്ദേഹം ഓർഡർ. അന്ന് അങ്ങനെ ഒരു ബെഞ്ച്, സ്പെഷ്യൽ ബെഞ്ച് ഇല്ല. അതിനുവേണ്ടി ഈ എന്റെ കേസ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ വയലൻസ് കൺവിക്ഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ബെഞ്ച് ക്രിയേറ്റ് ചെയ്ത് ആ കേസ് അവിടെ ഇട്ട് മൂടുകയാണ് ചെയ്തത്. അപ്പൊ ഈ മാഫിയ എത്ര സ്ട്രോങ് ആണ്! എന്തിനു വേണ്ടി? കോടികളുടെ കച്ചവടം. ഇത് ആധാരമല്ല, വിഷയം ആധാരമല്ല, ഇത് കോടികളുടെ ബിസിനസ്സാണ് നടക്കുന്നത്. ഇപ്പോൾ കേരളത്തിലേക്ക് ആനകളെ കടത്തിക്കൊണ്ടുവരാനായിട്ട് വലിയ വലിയ പദ്ധതികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 100 കണക്കിന് ആനകളെ പർച്ചേസ് ചെയ്യാനായിട്ട് നോർത്ത് ഈസ്റ്റുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് എല്ലാം തടയപ്പെട്ടത് എൻ്റെ ഒരൊറ്റ പെറ്റീഷൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഈ തരം ഈ ക്രൂരത ആസ്വദിക്കുന്ന ആ ചടങ്ങ് മലയാളികൾ ഉപേക്ഷിക്കാതെ ഈ ആനകൾ ഗതിയില്ല, വന്യജീവികൾക്ക് ഗതിയില്ല. നിങ്ങൾ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഇപ്പൊ റോബോട്ടിക് ഡിഫൻസ് ഇറങ്ങിക്കഴിഞ്ഞു.
അത് റോബോട്ടിക് ഒന്നല്ല, റോബോട്ടിക് ആക്കണം. അപ്പൊ കൂടുതൽ അതിന് ഭംഗി വരും. ആനകളെ തന്നെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആചാരങ്ങളിലേക്കാണ് കടക്കേണ്ടത്. അതിന് പകരം ഈ ആനകളെ പട്ടിണിക്കിട്ടിട്ടാണ് ഇതുങ്ങളെ കൊണ്ടുവരുന്നത്. വെള്ളം കൊടുക്കില്ല, മൂത്രമൊഴിക്കും എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുക്കില്ല, അതിന് റെസ്റ്റില്ല, രാത്രിയും പകലും. അതൊരു ജീവിയാണ് എന്ന് കണ്ടിട്ട് അതിനോട് പെരുമാറാൻ കഴിയുന്നില്ല. അതൊരു JCB ആണെന്നോ ടോറസ് ലോറി ആണെന്നൊക്കെ കരുതിയിട്ടാണ് അതിനോട് പെരുമാറുന്നത്. വളരെ ക്രൂരമായി, ഏറ്റവും കൂടുതൽ അന്തസ് ഉള്ള ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ജീവിയാണ് ആന. അതിനെ ഉപദ്രവിച്ചാൽ അത് മറക്കില്ല. അതിന് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ് അത് വയലന്റ് ആകുന്നത്. ആ ജീവിയെ, ആ ഉപദ്രവം കാണാനാണ് ഇപ്പൊ കൂടുതൽ ആൾക്കാരുള്ളത്. അതാണ് ഇതിനകത്ത് ഈ ആന ഇടഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അത് കാണാനും അതിന്റെ വീഡിയോ പകർത്താനുമുള്ള ആവേശമായിരിക്കും ഈ തൃശ്ശൂർക്കാർക്കുള്ളത്. അല്ലാതെ അവർക്ക് ആഘോഷം ആ രീതിയിലുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംസ്കാരം ഈ പറയുന്ന തൃശ്ശൂരില് ഇല്ല. ഈ വർഷം 6 പേരെയാണ് ആന കുത്തിക്കൊന്നിരിക്കുന്നത്. അതിനകത്ത് 4 പേര് പാപ്പാന്മാരാണ്. എങ്ങനെയാണ് ഈ പാപ്പാന്മാരെ വളഞ്ഞിട്ട് പിടിക്കുന്നത്? അവരുടെ ക്രൂരത അസഹനീയമായതുകൊണ്ടാണ് ഈ ആനകൾ 6 പേരെയും കുത്തിയത്. അതിലൊരാള് ബ്ലോഗറാണ്. അയാള് ക്ലോസപ്പില് ഫ്ലാഷ് ഇട്ടിരുന്നിട്ട് ആനയുടെ ഫോട്ടോ വീഡിയോ ചിത്രീകരിച്ചു കൊണ്ടിരുന്നത്. ആനയ്ക്ക് സഹിച്ചിട്ടാണ് അയാളുടെ ഫ്ലാഷ് ലൈറ്റ് വീണുകൊണ്ടിരുന്നത് അതിന്റെ കണ്ണിലേക്കാണ്. ഈ കണ്ണിലേക്ക് വെളിച്ചമടിച്ചു കഴിഞ്ഞാൽ ആന പ്രകോപിതനാകും എന്ന് മനസ്സിലാക്കാനുള്ള കേവല ബുദ്ധി പോലും ഇല്ലാതെയാണ് ഇയാൾ ഈ പണിക്ക് പോയത്. ആന കുത്തി കൊല്ലുകയും ചെയ്തു കൊടുങ്ങല്ലൂര്. വേറൊരാള് ലോറി ഡ്രൈവറാണ്. 4 പേര് 6 പേര് മരിച്ചതിൽ 4 പേര് പാപ്പാമാരും, ഒരാൾ ലോറി ഡ്രൈവറും, ഒരാൾ ബ്ലോഗറുമാണ്. അതായത് ഈ ലോറി ഡ്രൈവർ ഈ ആന കൂതി കൊണ്ട് മാത്രം, ആനപ്രേമി ആയതുകൊണ്ട് മാത്രം ലോറി ഡ്രൈവർ എന്ന സത്യ തെരഞ്ഞെടുത്തതാ. അതായത് ഈ ആനയെ കാണാനായിട്ട്. ഈ ആന ഇങ്ങനെ ഒരു ജീവിയെ, അതായത് ക്രൂരമായി കാട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് വളരെ ക്രൂരമായി മെരുക്കി അതിനെ കണ്ട് ആസ്വദിക്കുക എന്ന് പറയുന്നത് അത് എൻജോയ്മെന്റ് അല്ല, അത് സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് ഫലങ്ങൾ നമ്മൾ എപ്പോഴും പ്രിപ്പയർ ആവേണ്ടത് ഈ ആനകളുമായിട്ടുള്ള ഈ പൂരങ്ങൾ ബഹിഷ്കരിക്കുക, ജനങ്ങൾ ബഹിഷ്കരിക്കുക, ആനകൾ കാട്ടിൽ നിൽക്കട്ടെ. ഞാൻ കോടതിയിൽ ആവശ്യപ്പെട്ടത് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, IUCN ഗൈഡ് ലൈൻസിന്റെ നാട്ടാനകളായി വന്നിരിക്കുന്ന ജീവികളെ എങ്ങനെ കാട്ടിലേക്ക് അയക്കണം, ഓതോറിറ്റിയുടെ ഗൈഡ് ലൈൻസിന്റെ, അത് പെട്ടെന്നല്ല കാട്ടിലേക്ക് വിടുക. അതിനെ പ്രിപ്പയർ ആക്കി കഴിഞ്ഞിട്ട് അതിനുള്ള ഗൈഡ് ലൈൻസ് ഈ 2 ഇന്ത്യയിലുണ്ട്, ഇന്റർനാഷണൽ ലെവലിലുണ്ട്. അത് പ്രകാരം കേരളത്തിലെ നാട്ടാനകളെ കാട്ടിലേക്ക് വിടുക. അവിടെ ഇഷ്ടം പോലെ ഭക്ഷണമൊക്കെ അതിന് കുഴപ്പമൊന്നുമില്ല, അവരവിടെ സർവൈവ് ചെയ്തോളും. ഈ ആനകൾക്കെതിരെ ഈ ആനകളെ ഉപദ്രവിച്ച് അതിന്റെ ക്രൂരത ആസ്വദിക്കുന്ന ആ സമ്പ്രദായം മലയാളികൾ ഒരു സാംസ്കാരികമായ രീതിയിൽ, ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇല്ലായ്മ ചെയ്യണം. തീർച്ചയായും താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പലതവണ ചർച്ചകൾക്ക് വന്നിട്ടുണ്ടെങ്കിലും അതിനൊരു പരിഹാരം അത് ഇന്ന് വരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അനുകൂലിക്കുന്നവരും അനുകൂലിക്കാത്തവരും ഒക്കെ പലപ്പോഴും തമ്മിൽ ചർച്ചകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരെ ഉണ്ടാകാറുണ്ടെങ്കിൽ പോലും ഈ കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പരിഹാരം അത് ഉണ്ടായിട്ടില്ല. ഈ ആനകൾ ഇടയുന്ന ഒരു സമയം, ആ സമയത്ത് മാത്രം കുറേ പേർ ചേർന്ന് ചർച്ചകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അടുത്ത കാര്യങ്ങൾ അത് നോക്കുന്നു. പക്ഷേ ആനയെ തളച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ അവസാനിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. നിരവധി ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കറിയാം. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ 6-ലധികം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള ദുഃഖകരമായ വാർത്ത ഇത് തുടരുകയാണെങ്കിൽ ഇനിയും ഇതൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതും വ്യക്തമാണ്. ശരിയാണ്. നമ്മൾ പ്രിക്കോഷൻ എടുക്കേണ്ടത്. ഇപ്പൊ ഒരു പട്ടി കടിച്ച് പേരിളകി ഒരു കുട്ടി മരിച്ചു എന്ന പേരിലാണ് സുപ്രീം കോടതി ഇന്ത്യയിലുള്ള എല്ലാ നായ്ക്കളെയും ഷെൽട്ടറിലാക്കാൻ പറഞ്ഞിരിക്കുന്നത്, പൊതുസ്ഥലത്ത് നിന്ന് മാറ്റണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വലിയ കോലാഹലങ്ങൾക്കൊക്കെ വഴിതെളിച്ചു. ഈ ആന കുത്തി മരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ സുപ്രീം കോടതി ഇടപെട്ടു. ഈ ജഡ്ജി എന്താ ഇത് കാണുന്നില്ല? 6 പേരെ ഈ വർഷം കൊന്നു, കഴിഞ്ഞ വർഷം 4 പേരെ കൊന്നിട്ടുണ്ട്. എല്ലാ വർഷവും കാട്ടാനകളെ 5-ന് മുകളിൽ ആളുകളെ കൊല്ലുന്നുണ്ട്. എന്നാൽ ഇത് നിരോധിക്കണമെന്ന് എന്തുകൊണ്ട് ഈ സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞില്ല? എന്തുകൊണ്ട് അതല്ല അവർ കാണാതെ പോയത്? ഏകദേശം 10-20 പേരെ, ഇപ്പൊ 9 പേരെയാണ് കാട്ടാന കുത്തി കൊന്നിരിക്കുന്നത്. അത് നിർത്തലാക്കാൻ അതും ഞാൻ തന്നെയാണ്, അതും ആ കേസിനകത്തും ഞാൻ കോടതിയെ സമീപിച്ചു. ഹ്യൂമൻ റൈറ്റ്സിനെ കണ്ടിച്ച് ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം. അത് കാട്ടാനകൾ കുത്തി കൊല്ലുന്നത് കൂടുതലും ആദിവാസികളെയാണ്. അതുകൊണ്ട് അവരുടെ ജീവൻ, അവർ പാവപ്പെട്ട ആളാണ്, അവർക്ക് അറിവില്ല. അവർ നാച്ചുറലി പ്രകൃതിദത്തമായിട്ടാണ് ഈ ആനകളെ പണ്ട് എങ്ങനെ സമീപിച്ചിരുന്നോ അതേ രീതിയിലാണ് ഈ ആനകളെ
ആദിവാസിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരെ പ്രകോപിപ്പിച്ച് ദേഹത്ത് മുഴുവൻ പെല്ലച്ചടിപ്പിച്ച് ഈ ജനങ്ങൾക്ക് മനുഷ്യനെതിരെ ആനകളെ തിരിപ്പിക്കുക എന്ന ഒരു കുതന്ത്രമാണ്, ഒരു വലിയ മാഫിയ വർക്കാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് സംബന്ധിച്ച് ഒരു വൈൽഡ് ലൈഫ് കൺഫ്ലിക്റ്റ് കുറിച്ചിട്ട് ഒരു ബില്ല് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കേരള ഹൈക്കോടതി 19 കാരണം വൈൽഡ് ലൈഫ് കൺഫ്ലിക്റ്റ് തീർക്കാനായിട്ട് 19 കാരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ബില്ല് വെച്ചു. ആ ജഡ്ജി നിതിൻ ജാംദാർ എന്ന് പറയുന്ന ജഡ്ജി പറഞ്ഞത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. 19 കാര്യങ്ങൾ വയ്ക്കാൻ പാടില്ല. ഈ പെറ്റീഷണർ ഈസ് ദ മാസ്റ്റർ ഓഫ് പെറ്റീഷൻ എന്നാണ് പറയുക. അതായത് എത്ര പ്രയർ വേണം, എന്റെ പെറ്റീഷൻ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഒരു ജഡ്ജിയല്ല. ആ ജഡ്ജി അത് തള്ളി 3, 4, 5 വച്ചാൽ മതി, ഈ 19 ഇവിടെ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു. അതും ഒരു മാഫിയ വർക്കാണ്, കൃത്യമാണ്. ഈ പറയുന്ന ആനകളെ കൊണ്ട് മനുഷ്യനെ കുത്തിക്കുക, അത് വന്യജീവി ആയിക്കോട്ടെ, കാട്ടാനെ ആയിക്കോട്ടെ, നാട്ടാനെ ആയിക്കോട്ടെ, ഇതിനകത്ത് ഇത് നമ്മൾ നിർത്തേണ്ടതും നമ്മൾ അതിനുള്ള പരിഹാരം കണ്ടുപിടിക്കേണ്ടതും. ഇപ്പൊ എന്റെ 2 കേസും അതേമാതിരി കുത്തഴിഞ്ഞു പോയി കോടതിയിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. കാട്ടാനയുടെ വിഷയത്തിലും നാട്ടാനയുടെ വിഷയത്തിലുമുള്ള ഇഷ്യൂ അട്ടിമറിക്കപ്പെടുമ്പോൾ ഇവിടെ ഒക്കെ നിൽക്കുന്നത് ഒരു ശക്തമായ മാഫിയ തന്നെയാണ്. നമസ്കാരം, ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ നഗരത്തിൽ ആനയിടഞ്ഞ അപകടം.